കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും പ്രാരംഭമായിട്ട് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. അങ്ങനെ ഒരു പുതിയ ദിവസം കൂടി കാണുമാറാക്കിയ സർവശക്തനായ ദൈവത്തിന് എത്ര മഹത്വം കരറ്റിയാലും കഴിയില്ല. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളൊക്കെ സാധാരണ ചിന്തിക്കുന്ന കാര്യമാണല്ലോ. കഴിഞ്ഞ രാത്രിയിൽ നമ്മളെപ്പോലെ ഉറങ്ങാൻ കിടന്നവർ പ്രഭാതം കാണാൻ കഴിയാതെ അവർ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ദൈവം നമുക്കൊരു ദിവസം കൂടി തന്നിരിക്കുന്നതിന് പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം വായിക്കട്ടെ. ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ സ്ഥാപിതമായ സഭയാണല്ലോ കൊരിന്ത് സഭ. വളരെ കൃപയും കൃപാവരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ സഭയിൽ പുറമേ നിന്ന് നോക്കിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നിയെങ്കിലും പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. പുറമേ കാണുന്നത് പോലെ അല്ല, സഭയ്ക്കുള്ളിൽ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പ്രശ്നങ്ങളുണ്ട്. ഈ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ വളരെ വിശദമായിട്ട് അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാനത് വിശദമാക്കുന്നില്ല. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് പറയാൻ പോലും അറപ്പുളവാക്കുന്ന നിലയിലുള്ള പാപപ്രവൃത്തികളാണ് അവരിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ദൈവം ഏത് ഉദ്ദേശത്തിൽ ആ സഭയെ അവിടെ സ്ഥാപിച്ചുവോ ആ ദൈവിക പദ്ധതിയിൽ അണുവിട പോലും നിലനിൽക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരുത്തൻ അവർക്ക് ബോധിച്ച വഴിയെ പോകുന്നത് കണ്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ സഭയെ യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ്. ദൈവം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒന്നാണ് വിഭാഗീയത. സഭയിലുള്ള എല്ലാവരും അന്യോന്യം ഒരാൾ തങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്ന് എണ്ണുക എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് വിശദമാക്കുന്നത് ഈ 12-ാം അധ്യായത്തിന്റെ ആരംഭവാക്യം മുതൽ പഠിച്ചാലേ പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. എങ്കിലും 15-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാൽ കുറെ നമുക്ക് ശരിയായിട്ട് ബോധ്യപ്പെടും. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നതെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ഇതിനുശേഷമാണ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൗറീഷ്യസ് ദ്വീപുകളിലെ ഒരു പക്ഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആവോ? ദോദോ എന്നാണ് ആ പക്ഷിയുടെ പേര്. കാണുവാൻ അത്ര ആകർഷണീയതയൊന്നുമില്ല. ഏകദേശം 20 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ഈ തടിമാടൻ പക്ഷിക്ക് ചാരനിറമാണുള്ളത്. ശരീരപ്രകൃതി കൊണ്ട് വ്യത്യസ്തത നിലനിർത്തുന്ന ഒരു പക്ഷിയാണിത്. പറക്കാൻ അതിന് കഴിയില്ല. വലിപ്പം കുറഞ്ഞ ചിറകിന്റെ മുകളിൽ ചെറിയ 2-3 തൂവലുകൾ, വളഞ്ഞ ചുണ്ട്, വണ്ണം കൂടിയ കാലുകൾ, പാദങ്ങളാകട്ടെ പരന്നതും. വാസ്തവത്തിൽ ഒരു വികൃതമായ കാഴ്ച പോലെയേ തോന്നൂ. ഇത് എന്തിനാണ് പറയുന്നതെന്നോ ഒടുവിൽ വരെ കേട്ടോളൂ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏകദേശം 3 ദ്വീപുകളിൽ മാത്രമേ ഈ പക്ഷികളെ കണ്ടിട്ടുള്ളൂ. ഇവിടെ കുടിയേറി പാർത്തിരുന്ന മനുഷ്യർ ശത്രുക്കളിൽ നിന്ന് സ്വയം രക്ഷ നേടാൻ കഴിയാത്ത ഈ പക്ഷികളെ കൊന്ന് ഭക്ഷിക്കുമായിരുന്നു. പിടികൂടുവാൻ എളുപ്പമായിരുന്നതുകൊണ്ട് ഓരോന്നിനെ അവർ പിടിച്ചു തിന്ന് ഏകദേശം വംശനാശം വന്നു കഴിഞ്ഞു. ഇതിൻ്റെ മാംസം ഇവർ തിന്നുമെങ്കിലും ഇതിനെ ഇവർ വിളിക്കുന്നത് വെറുക്കപ്പെട്ട പക്ഷികളെന്നാണ്. ചിലർ പറയുന്നത് ഇതിനെ പാകം ചെയ്യും തോറും, അതായത് കൂടുതൽ സമയം പാകം ചെയ്യും തോറും ഇതിൻ്റെ ഇറച്ചി മൃദുവാകുകയില്ല, കൂടുതൽ കട്ടിയാവുകയുള്ളൂ, രുചി കുറയുകയും ചെയ്യും. എന്നാൽ ഈ പക്ഷികളുടെ വംശനാശം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം ആ ദേശനിവാസികൾ തിരിച്ചറിഞ്ഞത്. ദേശത്ത് കാൽവേറിയ എന്ന മനോഹരമായ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ പക്ഷിയെ ആശ്രയിച്ചാണ്. 1997 കണ്ടുപിടിക്കപ്പെട്ട ഈ രഹസ്യം ഇങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കുന്നത്. അതായത് കാൽവേറിയ എന്ന ഈ മനോഹര വൃക്ഷത്തിന്റെ കായ്കൾ ഈ പക്ഷികൾ ഭക്ഷണമായി ഉപയോഗിക്കും. ഈ കായയുടെ പുറന്തോട് കട്ടിയുള്ളതായതുകൊണ്ട് സ്വാഭാവികമായി നിലത്ത് വീണാൽ അത് കിളിർക്കുകയില്ല. കാരണം പുറന്തോട് പൊട്ടി മുള പുറത്തു വരിക പ്രയാസമാണ്. എന്നാൽ ഈ പക്ഷിയുടെ വയറ്റിൽ ചെന്നിട്ട് ദഹനപ്രക്രിയയ്ക്ക് ശേഷം ഈ കായകൾ പുറത്തു വരുമ്പോൾ അതിൻ്റെ പുറന്തോടുകൾ മൃദുവായി തീരുകയും ഇത് വളർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത, എല്ലാവരാലും വെറുക്കപ്പെട്ട ദോദോ പക്ഷിയെ കൊണ്ടുപോലും
വളരെ പ്രധാനമായ ഒരു കാര്യം നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നത് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കൂട്ടായ്മകളിലായാലും കുടുംബങ്ങളിലായാലും സുഹൃത്ത് ബന്ധങ്ങളിലായാലും ഇങ്ങനെ ചിലരെ നമ്മൾ വെച്ചിട്ടുണ്ട്. അവരെ നമ്മൾ കാണുന്നത് തന്നെ വളരെ വെറുപ്പോടെയാണ്. അവരുമായി അധികം ഇടപാടുകളൊന്നും നമുക്കിഷ്ടവുമല്ല. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ദൈവം സകലത്തെയും സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഓരോ സൃഷ്ടിയുടെയും പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം ശരീരത്തിൽ ഓരോ അവയവങ്ങളെ വെവ്വേറെയായി വെച്ചിരിക്കുന്നത് പോലെ മനുഷ്യവർഗത്തെയും ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. അത് ഏത് സമൂഹത്തിലായാലും. ആർക്കും വേണ്ടാത്ത ഒരാളാണ് നിങ്ങളെന്ന് സ്വയം പറയുന്നെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എന്തോ വലിയ ഉദ്ദേശമുണ്ട്. അത് തിരിച്ചറിയുമ്പോഴേക്കും സമയം വൈകരുത്. കാരണം പലരും ഇങ്ങനെ നിരാശപ്പെട്ടാണ് ഈ ലോകം വിട്ടുപോകുന്നത്. നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളെക്കുറിച്ച് ഒരു ദൈവിക പദ്ധതി ഉണ്ട്, അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം. ആരെയും വില കുറച്ച് കാണാതെ ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ന നിലയിൽ ഓരോരുത്തർക്കും കൊടുക്കേണ്ട പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അന്യോന്യം പെരുമാറാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.